Okay, today we are discussing about the life cycle of pneumocystosis. ഓക്കെ, ന്യൂമോസിസ്റ്റോസിസ് എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അത് കോസ് ചെയ്യുന്ന ഫംഗസിൻ്റെ പേരാണ് ന്യൂമോസൈറ്റോസിസ് കാരിനി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ന്യൂമോസൈറ്റോസിസ് കാരിനി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗൽ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിളാണ് നമ്മളിവിടെ പറയുന്നത്. സോ മെയിനായിട്ട് അവർക്ക് 3 സ്റ്റേജസ് ആണുള്ളത്. ട്രോപ്പോസോയിറ്റ് സ്റ്റേജ്, സിസ്റ്റിക് സ്റ്റേജ്, അതിനുശേഷം സ്പോറോസോയിറ്റ് സ്റ്റേജ്. ഇതിൽ ട്രോപ്പോസോയിറ്റ് സ്റ്റേജാണ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജാണ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇവർക്ക് ഒരു ട്യൂബുലർ സ്ട്രക്ചർ പ്രസൻ്റ് ആണ്. ഈ സ്ട്രക്ചറാണ് നമ്മുടെ ബോഡിയിലെ ലങ്സിലുള്ള എപ്പിത്തീലിയൽ സെൽസിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ലങ്സിലെത്തിയിട്ട് അവിടുത്തെ എപ്പിത്തീലിയൽ സെൽസിനായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മൾട്ടിപ്ലിക്കേഷൻ നടത്തും. ഓക്കെ, ഈ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ട് ഇതിൽ നിന്നാണ് പ്രീസിസ്റ്റ് ഫോം ഉണ്ടാവുന്നത്. ഓക്കെ, പ്രീസിസ്റ്റ് ഫോം എന്ന് പറയുകയാണെങ്കിൽ മെച്യൂർ സിസ്റ്റിന് മുൻപുണ്ടാകുന്ന ഒരു ചെറിയ ഫോമാണ് പ്രീസിസ്റ്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും പ്രീസിസ്റ്റ് ഫോമാണ്. ദെൻ ഇതിന് ശേഷമാണ് നമുക്ക് മെച്യൂർ ആയിട്ടുള്ള സിസ്റ്റ് ഫോം ചെയ്യുന്നത്. മെച്യൂർ സിസ്റ്റ് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിനുള്ളിൽ 8 ഇൻട്രാസിസ്റ്റ് പ്രസൻ്റ് ആയിരിക്കും. 8 ഇൻട്രാസിസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ പ്രസൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മളൊരു മെച്യൂർ ആയിട്ടുള്ള സിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റ് മെച്യൂർ സിസ്റ്റ് ആകുമ്പോൾ അത് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, റപ്ചർ ചെയ്യും. ഈ സിസ്റ്റ് വോൾ ഉണ്ടല്ലോ, ഈ സിസ്റ്റ് വോള് റപ്ചർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഇൻട്രാസിസ്റ്റിനെ റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്ത ഇൻട്രാസിസ്റ്റുകളിനെയാണ് നമ്മൾ സ്പോറോസോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്പോറോസോയിഡ്സ് എന്നാണ് നമുക്ക് പിന്നെയും ട്രോപ്പോസോയിറ്റിൻ്റെ ഗ്രോയിങ് ഫോം ഉണ്ടാവുന്നത്. ദെൻ എഗെയിൻ ഇത് പിന്നെയും മെച്യൂർ ട്രോപ്പോസോയിറ്റ് ആവും, മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെയും പ്രീസിസ്റ്റ് ഫോം ചെയ്യും. ഓക്കെ, ദെൻ ദ സൈക്കിൾ കണ്ടിന്യൂസ്. അപ്പോൾ ഇതാണ് ലൈഫ് സൈക്കിൾ ഓഫ് ന്യൂമോസിസ്റ്റ്.